നോട്ട് റീച്ചബിൾ ആണ്. ഇനിയിപ്പോ അവൻ വരും തോന്നില്ല, നമുക്ക് പോവാ. ശരിയല്ല, എത്ര ചെറുക്കാത്തേക്ക്. ഓ നല്ല മഴ. നീ ഒരു കാര്യം ചെയ്യ്, ഇതാ ബാക്കിൽ വെച്ചോ കേട്ടാ. ഇതാ പെട്ടെന്ന് വണ്ടി എടുക്ക്. എടാ വണ്ടി തുറക്ക്. തുറക്കാൻ പോകില്ല. എടാ വണ്ടി തുറക്ക്. ആ ഓക്കെ, വേഗം വേഗം. എടാ ഈ ട്രാക്ക് ഒന്ന് മാറ്റ്, എന്നിട്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നല്ല തണുപ്പുള്ള സ്ഥലം, ഓപ്പൺ ജീപ്പ്, നമ്മുടെ കൂടെ ഡാൻസ് കളിക്കുന്ന സുന്ദരിയായിട്ട് സ്വപ്നങ്ങളിൽ ഞാൻ തേടും നേരം എൻ ശ്വാസക്കാറ്റായി നീ വന്നില്ലേ. നീ മഞ്ഞായി പെയ്യുന്നതും പൂവേ കന്നിമലരെ തേൻ തൂകും തേൻ മലരെ. ഏതോ മോഹം എന്നിൽ നിൻ രൂപമായി, ഏതോ രാഗം എന്നിൽ നിൻ ഗാനമായി. ഏതോ മോഹം എന്നിൽ നിൻ രൂപമായി, ഏതോ രാഗം എന്നിൽ നിൻ ഗാനമായി. മേലെ വാനിൽ മാറിവില്ലഴകായി നീ നിറഞ്ഞു കൺമണിയേ. മേലെ വാനിൽ മാറിവില്ലഴകായി നീ നിറഞ്ഞു കൺമണിയേ. ആരോ 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 പൂവേ കന്നിമലരെ തേൻ തൂകും തേൻ മലരെ. ഏതോ സ്വപ്നം എന്നിൽ നിൻ ഭാവമായി, ഏതോ ഗീതം എന്നിൽ നിൻ ജാലമായി. ഏതോ സ്വപ്നം എന്നിൽ നിൻ ഭാവമായി, ഏതോ ഗീതം എന്നിൽ നിൻ ജാലമായി. തേടി വന്നു തൂമഞ്ഞഴകായി നീ എന്നരികെ മെല്ലെ മെല്ലെ. ഓ തേടി വന്നു തൂമഞ്ഞഴകായി നീ എന്നരികെ മെല്ലെ 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 മെല്ലെ. പൂവേ കന്നിമലരെ തേൻ തൂകും തേൻ മലരെ. നീ ആരാരോ എൻ നെഞ്ചിൽ തൂമഞ്ഞായി നീ എന്നോമൽ സ്വപ്നങ്ങളിൽ ഞാൻ തേടും നേരം എൻ ശ്വാസക്കാറ്റായി നീ വന്നില്ലേ. നീ മഞ്ഞായി പെയ്യുന്നതും പൂവേ കന്നിമലരെ തേൻ തൂകും തേൻ മലരെ. അടിയാ കിറുക്കന്മാര്. നിർത്ത് 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 നിർത്ത്. എന്ത് തലവേനയാണ്. പാട്ടും കൂത്തൊക്കെ ആയിട്ട് പാതിരാത്രി എങ്ങോട്ടാടാ? സാറേ ഞങ്ങളൊരു യാത്രയില്ല. ആ ബുക്കും പേപ്പറും എടുത്തേ. പേപ്പറെല്ലാം ക്ലിയറാ സാറേ. അത് ഞങ്ങളല്ലേ തീരുമാനിക്കണ്ടേ. നീ സാറിൻ്റെ അടുത്ത് തന്നെ. നീ ആ പേപ്പർ ഇങ്ങെടുത്തേ. ഓരോ മാരണങ്ങൾ വന്ന് കയറുന്നേ. എന്താവണോ സാറേ സാറേ സാറേ. സാറേ ഈ ഡിക്കിക്കകത്തൊരു ഡെഡ് ബോഡി.
ഇതാണോടാ നിന്റെയൊക്കെ ട്രിപ്പ്? ഒന്നും അറിയില്ല സാർ. ഞങ്ങളല്ല സാർ. ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇവന്മാരെ പിടിച്ച് വണ്ടി കയറ്റിക്കേ. നടക്കടാ അങ്ങോട്ട്. നടക്ക്. സ്റ്റേഷനിൽ ചെയ്തിട്ട് പറയണം. നിങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല. സാർ, കേറ്. ആ, പിടിയെടാ അവന്മാരെ. വിടരുത്. ബ്രാവോ വൺ ആൻസറിംഗ് സർ. നമ്മുടെ സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. കൊലപാതകൾ കാറിൽ ബോഡി ഉപയോഗിച്ച് രക്ഷപ്പെട്ടു. നമുക്കുടൻ തന്നെ അവിടേക്ക് എത്തണം. പിടിയെടാ അവന്മാരെ. നിക്കടാ അവിടെ. ഇതിലേ വാ. നിക്കടാ. വേഗം പോടാ. വേഗം.
ടോണി, നീ എന്തിനാ ഓടിയത്? നമ്മളല്ലല്ലോ അലക്സിനെ, നമുക്കൊന്നും അറിയില്ലല്ലോ. നമ്മളല്ല ചെയ്തെന്ന് നമുക്കറിയാടാ. പക്ഷെ പോലീസിന്റെ അങ്ങനെ കൈ കിട്ടിയ പിന്നെ എന്താടാ നമ്മുടെ ചുറ്റും നടക്കുന്നത്? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് സണ്ണിയുടെ വീട്ടിലോട്ട് പോയാലോ? അവന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പാട്ട് കേൾക്കണ്ടേ? എന്താടാ കാര്യം? ഞങ്ങൾക്കൊന്നും അറിയില്ലടാ. എനിക്കറിയില്ല, ഞങ്ങൾക്കൊരു പണിയെന്നാ. ടോണി, നിന്റെ കാറിന്ന ബോഡി കിട്ടിയത് നീ അറിയാതെ എങ്ങനെ അവിടെ വന്നു? നീ തന്നെയല്ലേ വിവേകിനെ കൂട്ടാൻ അവസാന കാറുമായി പോയത്? ഇതിപ്പോ നാട്ടിൽ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും. മമ്മിയോട് ഞാനിപ്പോ എന്താ പറയാ? അലക്സിന്റെ അപ്പനും അമ്മയും അവനെ ഞാൻ എങ്ങനെയാടാ ഫേസ് ചെയ്യാ? ടോണി, നീ ആനിയൊന്ന് വിളിച്ചോക്ക്. നാട്ടിലെ അവസ്ഥ എന്താണെന്ന് അറിയാലോ. ആരും വിഡ്ഢിത്തം കാണിക്കരുത്, ആരെയും ഫോണിൽ വിളിക്കരുത്. എന്നിട്ട് വേണം പോലീസ് ട്രേസ് ചെയ്ത് ഇവിടെ എത്താൻ. മൂന്നാളുടെ ഫോണും തന്നെ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. പോലീസിന്റെ കയ്യിൽ ഇപ്പൊ നിങ്ങളെ കിട്ടിയാലുള്ള അവസ്ഥ ചിന്തിക്കാതിരിക്കുകയാണ് നല്ലത്. നിങ്ങളുടെ തലയിലാവും. അലക്സിന്റെ മരണത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ പങ്കുമില്ലല്ലോ. നിങ്ങളെല്ലാം ഉറപ്പല്ലേ? അല്ലടാ, ഞങ്ങൾക്കൊന്നും അറിയില്ല. മമ്മിയും ഡാഡിയും 2 ദിവസം കഴിഞ്ഞേ വരും. അതുവരെ നിങ്ങൾ ഇവിടെ സേഫാണ്. ഞാൻ പുറത്തുപോയി തിരിച്ചു വരുന്നത് വരെ ആര് വന്ന് കോളിംഗ് ബെല്ലടിച്ചാലും നിങ്ങൾ വാതിൽ തുറക്കരുത്. നിങ്ങൾക്ക് എന്തായാലും പുറത്തിറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ ആനിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അലക്സിന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയല്ലേ ആനിയുടെ വീട്? അവൾക്ക് എന്തെങ്കിലും വിവരം തരാൻ കഴിഞ്ഞേക്കും. ഇപ്പൊ എന്തായാലും നിങ്ങളൊന്ന് പോയി ഫ്രഷ് ആകും. എന്റെ ഡ്രസ്സകത്തുണ്ട്.
സാറല്ലേ? പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും പേര് പറഞ്ഞോ സാർ? മേരി ഇന്നലെ തൃശ്ശൂരുള്ള ഒരു ബന്ധുവിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. സർ, മരണപ്പെട്ട ആനിയുടെ അമ്മയും അപ്പനാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അച്ഛൻ ജോസഫ് വിദേശത്താണ്. അന്വേഷണം എന്തായി? ഇൻക്വസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞോ? സർ, ഉടൻ റെഡിയാവും സർ. എത്രയും പെട്ടെന്ന് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണം. ഓക്കെ സർ. ബോഡി ആരാ ആദ്യം കണ്ടത്? പത്രക്കാരൻ പയ്യനാണ് സർ. അവനെ ഉടനെ പൊക്കണം. കൊണ്ടുവരാനായി പോയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലാണ് ഇന്ന് എനിക്ക് ഡ്യൂട്ടി. അതുകൊണ്ട് എനിക്ക് ഉടനെ മടങ്ങണം. സൈബർ സെല്ലിൽ വിളിച്ച് ഫുൾ ഡീറ്റെയിൽ എടുക്കണം. സർ, ഇന്ന് തന്നെ ചെയ്യാം. ഒരു ചോദ്യം കൂടെ സർ. ഒരു രാത്രിയിൽ അടുത്തടുത്ത വീടുകളിലായി 2 ദുർമരണം. ഇത് പോലീസിന്റെ അനാസ്ഥയല്ലേ? പോലീസിനെ വിട്ടിച്ച് ഓടി രക്ഷപ്പെട്ടവരെ പറ്റി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട അലക്സിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടയക്കും. കാറിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്ന പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ 2 മരണങ്ങൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ? പ്രത്യക്ഷത്തിൽ ഒന്നും തന്നെ ഇല്ല. ആനി അലക്സും ഓടി രക്ഷപ്പെട്ട 3 പേരും സുഹൃത്തുക്കളാണ്. അവർ ഒരുമിച്ച് പഠിച്ചവരാണ്. എന്താടാ പോയ കാര്യം? എടാ നമ്മുടെ ആനിയോ? ആനിക്ക് എന്താ പറ്റിയേ? അവിടെ നമ്മൾ വിട്ട് പോയടാ. എന്ത്? നീ എന്താ ഈ പറയണ്? ഞാൻ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത്. ഇന്നലെ രാത്രി ടെറസിന്റെ മുകളിൽ നിന്ന് വീണതാണെന്നാ തോന്നുന്നത്. ഇന്ന് രാവിലെ പത്രടാമെന്ന പയ്യനാണ് കണ്ടത്. എനിക്ക് അവനെ കാണണം. അലക്സിന്റെ മരണത്തിൽ പോലീസ് നിങ്ങളെയാണ് സംശയിക്കുന്നത്. ഈ ഒരവസ്ഥയിൽ പുറത്തിറങ്ങിയാൽ നിങ്ങൾ പോലീസിന്റെ പിടിയിലാവും. അത് വേണോ ടോണി? തൊട്ടടുത്ത വീടുകളിലായി 2 മരണം. നിങ്ങളുടെ നാട്ടിൽ നിറയെ പോലീസാണ്. മേലെ മേലെ വാനിൽ ദൂരെ ദൂരെ മിന്നും തിങ്കൾ. മേലെ മേലെ വാനിൽ ദൂരെ ദൂരെ മിന്നും തിങ്കൾ. മുകിലലയിൽ നീ നിലാവായിടും തരളിതരാവിൻ്റെ തൂമഞ്ചലിൽ. മുകിലലയിൽ നീ നിലാവായിടും തരളിതരാവിൻ്റെ തൂമഞ്ചലിൽ. മേലെ 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 വാനിൽ ദൂരെ ദൂരെ മിന്നും തിങ്കൾ. മൗനം നിറയും ഈ സന്ധ്യയിൽ ഞാനോ നിന്നെ തിരയുന്നിതാ. മൗനം നിറയും ഈ സന്ധ്യയിൽ ഞാനോ നിന്നെ തിരയുന്നിതാ. ഒരു ചിറകായി നീ എൻ ജീവനിൽ തഴുകി വരൂ നീ വെൺതൂവലായി. ഒരു ചിറകായി നീ
ബൈക്ക് വിട്ടു തരുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. സാറേ സാറേ എന്തുവാടാ? കക്കൂസ് പോണ സാറേ, ഒരു ബീഡി വേണം സാറേ. സിയെ ഇപ്പൊ ഒരു കോളിലാ, അത് കഴിഞ്ഞ് നിനക്ക് ബീഡി വാങ്ങി തരും. എന്നാ ബീഡി വേണ്ട സാറേ. വണ്ടി ഇപ്പം കോടതിയുടെ ഉണ്ടല്ലോ. ഒരു ലോയറിനെ സമീപിച്ച് കോടതിയിൽ നിന്ന് ഒരു പേപ്പർ കൊണ്ടുവന്നാ വണ്ടി നിങ്ങൾക്ക് ഉണ്ടോ? എന്നാ ശരി. ഇറങ്ങി വാടാ. ഇങ്ങോട്ട് വാ. ഇതാ സാറേ പയ്യൻ. സാറേ ഞാൻ രാവിലെ പത്രം പോയപ്പോൾ ഞാൻ കണ്ടു. പത്രം നീ വീടിന്റെ പുറകിലൂടാണോ ഇടാറ്? അല്ല സാറേ, ഞാൻ രാവിലെ പത്രം മൂന്നാലോടൊക്കെ ഓടുമ്പിലടിച്ച് അടിച്ചേച്ച് തുറക്കണ്ടപ്പോൾ ഞാൻ വീടിന്റെ പിൻവശം നോക്കി. കാരണം മുൻവാതിൽ ലോക്കായിരുന്നു. പത്രോടാ നീ എന്തിനാടാ ബെല്ലടിച്ചേ? നിനക്കും കിട്ടിട്ട് പോയാ പോരെ? അത് സാറേ പത്രത്തിന്റെ ബില്ല് കൊടുക്കാണ്ടായിരുന്നു. നീ എത്ര ബെല്ലടിച്ചിട്ടോ ആനിയുടെ അപ്പാപ്പൻ? എന്താ അവരുടെ പേര്? സെബാസ്റ്റ്യൻ. നിനക്ക് അവരുടെ പേരൊക്കെ അറിയാലോടാ. ആ സാറേ അറിയാം. ആ വീടിന് തൊട്ടടുത്ത് എന്റെ വീട്. ഞങ്ങളെ അയൽവാസിലാ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഹോളിംഗ് ബെല്ലടിച്ചിട്ടും അകത്തുള്ള അപ്പാപ്പൻ സെബാസ്റ്റ്യൻ വന്ന് വാതിൽ തുറന്നില്ലെന്നാണോ? അത് സാറേ, അപ്പാപ്പന് ചെവി തീരെ കേൾവി കുറവാ. പിന്നെ രാവിലെ അല്ലേ സാറേ, ഉറങ്ങുമായിരിക്കും. പക്ഷെ മേരി ചേച്ചി രാവിലെ എഴുന്നേക്കും. അതുകൊണ്ട് ആ ബെല്ലടിച്ചിട്ടും കാണാതായപ്പോ മരണപ്പെട്ട ആനിയും അലക്സും കൂട്ടുകാരും അയൽവാസികളുമായിരുന്നു. ഇരുവരുടെയും ഒരേ ദിവസമുള്ള മരണം ഒരു കൊലപാതകത്തെ അല്ലേ സൂചിപ്പിക്കുന്നത്? ഒറ്റ നോട്ടത്തിൽ ആനിയുടെ മരണം നാച്ചുറൽ ആണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ എന്തെങ്കിലും പറയാൻ കഴിയൂ. സാർ ആനിയുടെ വീട്ടുകാരുടെ മൊഴി എടുത്തിരുന്നോ? ഇന്നിപ്പോ അവരുടെ മൊഴിയെടുക്കാൻ പറ്റിയ സാഹചര്യമല്ല. നാളെ ഉച്ചയോടെ അവരുടെ മൊഴിയെടുക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജനം നിങ്ങൾക്കെതിരാണ്. അന്ന് സത്യത്തിൽ എന്താ നടന്നത് ഒന്ന് വിശദമായി പറയാമോ? അത് ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ സണ്ണിയുടെ വീട്ടിലെത്തി. അവരൊന്നും വന്നില്ലേ? വിവേക് വന്നിരുന്നു, ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയി. നല്ല മഴ, നല്ല തണുപ്പ്. നമുക്കൊന്ന് പിടിപ്പിച്ചാലോ? ഇന്നിവിടെ മമ്മി ഇല്ലാത്ത നന്നായി. നന്നായി. നീ അടിക്കണില്ലേ? എനിക്ക് വേണ്ട, ഡ്രൈവ് ചെയ്യാനുള്ളതാ. അതും നന്നായി. ആന്റീനെ തറവാട്ടി കൊണ്ടാക്കിയ നന്നായി. ദൈവന്മാരിത് എവിടെ? വിവേക സ്കൂട്ടർ എടുത്തിട്ടില്ലേ പോയത്? ഇനിയിപ്പോ മഴ മാറാൻ വരില്ലേ? നീ ആക്കി ചെയ്യണ്ടേ? ഞാൻ പോയിട്ട് വിളിച്ചു. ആ പിന്നെ അവരോട് ഇറങ്ങിക്കാൻ പറ. വീട്ടിൽ പോയിട്ട് എനിക്ക് വിളിക്കാനൊന്നും പറ്റില്ല. വണ്ടി ഇവിടെ ഇവർക്ക് നേരത്തെ നീയായിരുന്നു മനുഷ്യന്റെ നല്ല ജീവനങ്ങ് പോയി. ടോണി വിളിച്ചിരുന്നു, നീ കാറുമായി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നു പോന്നു. വിവേക് അവനെ കൊണ്ടുവിട്ടതിന് ശേഷം ഞാൻ അവനെ ഫോണിൽ വിളിച്ചിരുന്നു. അപ്പൊ അവൻ അവിടെ ഇറങ്ങി വീട്ടിൽ പോയെന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് പലതവണ മുങ്ങിയ ആളായതുകൊണ്ട് അവനെ കാണുന്നത് നിങ്ങൾ കാര്യമാക്കിയില്ലല്ലേ?
സാർ ഈ കുട്ടി ടെറസിന് മുകളിൽ നിന്ന് കാൽ വഴി വീഴാനാണ് സാധ്യത. ഹലോ, തലയ്ക്ക് പിറകിലേറ്റ ക്ഷതമാണ് മരണകാരണം. ഒന്നല്ല, രണ്ടെണ്ണം. പിന്നെ മുകളിൽ നിന്ന് വീണതിന്റെ ലക്ഷണമെന്നോണം ചെറിയ പരിക്കുകളും. സാർ വേറെ വല്ലതും? പ്രത്യക്ഷത്തിൽ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരു ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണമൊന്നുമില്ല. ഹലോ സർ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ, കേസിന്റെ റിപ്പോർട്ട്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉടനെ വരാം. ഈ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് യാതൊരു ലൈംഗിക അതിക്രമവും നടന്നതിന്റെ ലക്ഷണങ്ങളില്ല. തലയ്ക്ക് പിന്നിലായി ഈ ഭാഗത്ത് ശക്തമായ ആഘാതമേറ്റിട്ടുണ്ട്. ഒന്നല്ല, രണ്ടെണ്ണം. അതിലൊന്നാണ് മരണകാരണം. തലയോട്ടി പൊട്ടിയിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പ് കേക്ക് പോലുള്ള എന്തോ ഒന്ന് കഴിച്ചിട്ടുണ്ട്. വായിൽ നിന്നും അതിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറുതായി മദ്യപിച്ചിട്ടുണ്ട്. വീര്യം കുറഞ്ഞതാ. നന്ദിനി, എന്താ? ഒന്നുമില്ല സർ. അപ്പോൾ അത് തന്നെയാണ് കാര്യം. വീട്ടിൽ അമ്മയില്ലാത്ത സമയം നോക്കി മദ്യപിച്ച് ടെറസിന്റെ മുകളിൽ കയറി കാൽ വഴുതി വീഴാനാണ് സാധ്യത സർ. ഹേയ്, അതല്ല, എന്തോ ഒരു സംശയമുള്ളതുപോലെ. അത് സർ, കൊല്ലപ്പെട്ട അലക്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നതും തലയ്ക്ക് പിന്നിലെ ശക്തമായ ആഘാതവും ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് കൊലപാതകി ഒരാളാണ്. ആദ്യം ബോഡി കിട്ടിയ അലക്സിന്റെയും രണ്ടാമത് ബോഡി കിട്ടിയ ആനിയുടെയും മരണകാരണം ഒന്നാണ്. തലയ്ക്ക് പിന്നിലേറ്റ ആഘാതം. അല്ല സർ, അപ്പോൾ ഈ കേസ് ചെന്നെത്തുന്നത് അവരിലേക്ക് തന്നെയാണോ സർ? സാധ്യതയുണ്ട്. ആ വീട്ടിൽ 2 വസ്തുവിന്റെ ഒരു തരി പോലുമില്ല. കണ്ടെത്താൻ നമുക്കായിട്ടുമില്ല. വീര്യം കുറഞ്ഞ ആ മദ്യവും കേക്കും. അപ്പോൾ സാർ പറയുന്നത് ഈ 2 സാധനങ്ങളുമായി ആനി കൊല്ലപ്പെട്ട ദിവസം ആരോ ഒരാൾ അവിടെ വന്നിട്ടുണ്ട്. അവൾക്ക് പ്രിയപ്പെട്ട ഒരാൾ, അവൾക്ക് വിശ്വസ്തനായ ഒരാൾ. ഹൂ ഫോർ വാട്ട്? ഹലോ, ആരാണ് അയാൾ? എക്സോ? കോൺടാക്ട് സിം ഓപ്പറേറ്റർ. വാട്ട്? എന്താണ് സർ? ടോണി ഇമ്മാനുവൽ. 2 കൊലപാതകത്തിന്റെയും പിന്നിലുള്ള കുറ്റവാളി ഒരാളാകാൻ സാധ്യതയേറി. കൊല്ലപ്പെട്ട ആനിക്ക് ടോണി ഇമ്മാനുവലുമായുള്ളത് അടുത്ത ബന്ധം. ടോണി ഇമ്മാനുവലിന്റെ ഉടമസ്ഥയുള്ള വാഹനത്തിൽ നിന്നാണ് അലക്സിന്റെ മൃതദേഹം കണ്ടെടുത്തത്. കൊല്ലപ്പെട്ട അലക്സ് ടോണി ഇമ്മാനുവലിന്റെ സുഹൃത്തും കൊല്ലപ്പെട്ട ആനി ടോണി ഇമ്മാനുവലിന്റെ കാമുകിയുമായിരുന്നു. അവരോട് ഇറങ്ങിക്കാൻ പറ. വീട്ടിലൊന്നും പോയി എനിക്ക് വിളിക്കാൻ പറ്റില്ല. അല്ല നീ വരുമ്പോ അലക്സിനെ കൂട്ടിക്കോ. അവന്റെ പേഴ്സല്ലേ അലക്സിന്റെ? അവനിപ്പോഴും വന്നിരുന്നോ? ഇല്ലടാ. മുമ്പും ഇതുപോലെ മകളെയും അപ്പാപ്പനെയും തനിച്ചാക്കി പോയിട്ടുണ്ടോ? കുറവാ സാറേ. 1-2 തവണ പോയിട്ടുണ്ടാവും. ഇന്നലെ പിന്നെ വേറെ വഴിയില്ലായിരുന്നു. കൗമാരക്കാരിയായ മകളെയും വയ്യാത്ത അപ്പാപ്പനെയും തനിച്ചാക്കി പോവാന്ന് വെച്ചാ തിരിച്ചു വരാമെന്ന് കരുതി തന്നെയാണ് സാറേ പോയത്. പക്ഷേ നിങ്ങൾ എത്ര മണിക്കാ കൊച്ചുമോളുടെ മരണം അറിഞ്ഞത്? രാവിലെ 6 മണി കഴിഞ്ഞു കാണും. ആരാ നിങ്ങളെ വിവരം അറിയിച്ചേ? മനു ആണോ? അതെ സാറേ. ഞാൻ ചോദിച്ചത് ഇവിടെയാണ്. മനു ആണ് സാർ. ആനിക്ക് പ്രണയമെല്ലാം ഉണ്ടായിരുന്നോ? അറിയില്ല സാറേ. അതിനർത്ഥം ഇല്ലാന്നല്ല, ഉള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്നാണ്. അറിയാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിരുന്നോ? അതോ അമ്മയ്ക്ക് അമ്മയുടെ വഴി, മകൾക്ക് മകളുടെ വഴി എന്നായിരുന്നോ? പറയണം സാറേ. ഇന്നലെയാണ് എന്റെ മോള് മരണപ്പെട്ടത്. പ്ലീസ്. ഒരു ചോദ്യം കൂടി. ആനിയുടെ അപ്പൻ? ജോസഫ്, നീ വിഷമിക്കരുത്. അവന് പ്രിയമുള്ളവരെയാണ് അവൻ ആദ്യം അവൻ്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുക എന്ന് മാത്രം കരുതി നീ സമാധാനിക്കുക. മനസ്സിന് കരുത്ത് നൽകുക. കുറ്റവാളികൾ ആരായിരുന്നാലും യേശു നമ്മുടെ മുന്നിൽ കൊണ്ടുതരും. ഇന്നലെ അവളുടെ പിറന്നാളായിരുന്നു അച്ഛൻ. സത്യം പറ, നിനക്ക് വല്ല കയ്യബദ്ധവും പറ്റിയോ?
ഒന്ന് വെറുതെ വിടുവോ? നീ ഒന്ന് പോയേ. അന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരുന്നില്ലേ? പിന്നെ എങ്ങനെ അവനീ കൊല്ലാൻ പോകുന്ന? ജോസഫേ, വന്നറിഞ്ഞു. എന്താ നമ്മുടെ മക്കൾക്ക് പറ്റിയ? ടീച്ചർ എവിടെയാ? അകത്തുണ്ട്, കിടപ്പില്ല. സാഹചര്യ തെളിവുകൾ മൊത്തത്തിൽ അലക്സിന്റെ കൂട്ടുകാർക്കെതിരാണ്. ടൗണിൽ ചെക്കിംഗ് നടക്കുന്നുണ്ട്. പോലീസ് ചെക്കിംഗ് കൂടാതെ ഒരു വാഹനവും കടത്തിവിടത്തില്ല. അലക്സ് സാധാരണ എത്ര മണിക്കാ വീട്ടിൽ വരാറുള്ളത്? അങ്ങനെ കൃത്യമായ സമയമൊന്നുമില്ല. ചിലപ്പോൾ നേരത്തെ വരും, ചിലപ്പോൾ നന്നായി വൈകും. നേരം വൈകി വന്നാൽ കാരണം അന്വേഷിക്കാറില്ലേ? ഉണ്ട്. ഞങ്ങൾ തമ്മിലുള്ള പ്രധാന പ്രശ്നം അതാ. അവൻ എത്ര നേരം വൈകി വന്നാലും അവനോട് ചോദിക്കുന്നത് അവന് ഇഷ്ടമല്ല. അവൻ പാവമായിരുന്നു സാർ. ഇവരുമായി കൂട്ടുകൂടിയതിനു ശേഷം അവൻ ഇങ്ങനെ. മേരി ആനയും തമ്മിൽ എങ്ങനെ വഴക്കുണ്ടാക്കാറുണ്ടോ? ഇല്ല സാർ. എന്തേ? ടോണി ഒരിക്കലും അത് ചെയ്യില്ല. ആനയും അലക്സും അവന് പ്രിയപ്പെട്ടവരായിരുന്നു. ആനയുമായി പ്രശ്നങ്ങളുള്ളപ്പോൾ അത് സോൾവ് ചെയ്ത അലക്സ് ആയിരുന്നു. അപ്പൊ പിന്നെ ആര്? സംശയിക്കാനാണെങ്കിൽ നീയും അതിൽ നിന്ന് ഒഴിവാവില്ല. വാട്ട് യു മീൻ? അന്ന് നിന്റെ ദേഹത്ത് എങ്ങനെ ചെളി പറ്റിയേ? ആര് പറഞ്ഞു? അന്ന് രാത്രി നീ അലക്സിനെയും വിവേകിനെയും രാത്രി ഏതാണ്ട് 12 മണി സമയത്ത് കൊണ്ടുവിടാൻ പോയില്ലേ? അലക്സിനെ കണ്ടില്ല എന്ന് പറഞ്ഞ് നീ തിരിച്ചു വരുമ്പോ നിന്റെ ദേഹത്ത് എങ്ങനെയാ അന്ന് ചെളിയായത്? അത് അലക്സിന്റെ വീടിന്റെ മുന്നിലെത്തിയ ഞാൻ അവനെ കാണാതായപ്പോ മതിലിന്റെ മുകളിൽ ഏന്തി വലിഞ്ഞ പറ്റിയതാ. മനു ഇല്ലേ ഇവിടെ? എടാ മനു, എന്താമേ? ഒന്നിങ്ങോട്ട് വന്നേ. എന്താ സാറേ? ഒന്നുമില്ല, ചുമ്മാ ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയതാ. അല്ല മനു, അന്ന് നീ ഏത് പത്രം ഇട്ടെന്നാ പറഞ്ഞേ? മനോരമയല്ലേ? അല്ല, മാതൃഭൂമി. അന്ന് നീ മാതൃഭൂമി പത്രം ഇട്ടിട്ട്? സാറേ, അത് അന്ന് ഞാൻ കോണിമ്പിലടിച്ചിട്ട് ആരം തുറക്കാനപ്പോ വീടിന്റെ പുറകിലേക്ക് പോയി. അപ്പോഴാണ് ആനിച്ചേച്ചി ബാക്കി ഞാൻ പറയാം. സാറേ, ഇങ്ങോട്ട് കയറാ. വീട് സാർ, ഇങ്ങോട്ട് കയറാ സാറേ. മനു സത്യം പറഞ്ഞു. അന്ന് എന്താ നടന്നത്? സത്യാണ് സാറേ ഞാൻ പറഞ്ഞത്. എഴുന്നേക്കടാ. നീ പറഞ്ഞത് സത്യമല്ല. നീ കോളിംഗ് ബെല്ലടിച്ച് വാതിൽ തുറക്കാതെ വന്നപ്പോൾ മേരിയെ തിരഞ്ഞ് വീടിൻ്റെ പുറകുവശത്തേക്ക് പോയെന്നാ അന്ന് നീ പറഞ്ഞത്. അത് കളവാണ്. കാരണം ഇത് വിരലടയാള പരിശോധന റിപ്പോർട്ടാണ്. നീ പറഞ്ഞതുപോലെ ആയിരുന്നെങ്കിൽ ആനിയുടെ വീടിൻ്റെ കോളിംഗ് ബെല്ലിൽ അതിൻ്റെ സ്വിച്ചിൽ നിന്റെ ഫിംഗർ പ്രിന്റ് കണ്ടിരുന്നേനെ. പക്ഷേ അതിൽ നിന്റെ വിരലടയാളമില്ല. അതിൻ്റെ അർത്ഥം നീ കോളിംഗ് ബെല്ല് അടിച്ചിട്ടില്ല എന്നാണ്. നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? കോളിംഗ് ബെല്ല് അടിച്ചാൽ ആരും വന്ന് തുറക്കാനില്ലെന്ന് മനുവിന് നേരത്തെ അറിയായിരുന്നല്ലേ? അമ്മ അവിടെ ഇല്ലെന്ന് എനിക്കറിയായിരുന്നു. ആനി മരിച്ചു എന്ന് എനിക്ക് അറിയാമായിരുന്നില്ലേ? എന്തിനാണ് നീ ആനിയെ കൊന്നത്? അയ്യോ സാറേ, ഞാനല്ല കൊന്നത്. പിന്നെ ആരടാ? ഞാൻ പറയാം സാറേ, പേടിച്ചിട്ടാ ഞാൻ പറയാൻ തരുന്നത്. അന്ന് ചേച്ചിയുടെ അമ്മ വീട്ടിലില്ലെന്ന് എനിക്കറിയായിരുന്നു. ആനി ചേച്ചി എന്നും രാത്രി ഒരു 9:30 ആകുമ്പോൾ കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറുന്നതും എനിക്കറിയാം സാറേ. അമ്മയില്ലാത്താക്ക നോക്കി ഞാൻ എൻ്റെ മൊബൈൽ ഫോണും സെൽഫി സ്റ്റിക്കുമായി ചേച്ചിയുടെ വീടിന് പിന്നിലായി ചേച്ചി ബാത്റൂമിൽ കയറി നോക്കി ഞാൻ അവിടെ കാത്തു നിന്നു. ഇവിടെ റൂഫ് ഇട്ടോ? 2 ദിവസമായി, ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല.
ഞാൻ ഇന്ന് അലക്സിനെ കാണുന്നെന്ന് പറഞ്ഞതിനൊരു കാരണം കൂടിയുണ്ട്. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇനിയും വഹിക്കാൻ പറ്റില്ല. അലക്സ് എന്നെ കല്യാണം കഴിച്ചേ പറ്റൂ. നാളെ മമ്മി വന്ന ഉടനെ ഞാൻ ഈ കാര്യം പറയും. നീ എന്ത് പ്രാന്താണി പറഞ്ഞത്? ടോണിയോട് ഞാൻ എന്ത് പറയും? എന്റെ പപ്പിയോട്, മമ്മിയോട്, എന്തിനെ? നാട്ടുകാരെ പോലും ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? ഇത്രയും നാൾ ഞാൻ ടോണിയെ വഞ്ചിക്കായിരുന്നു പറയണോ? എനിക്ക് കഴിയില്ല നീ. അപ്പൊ നിനക്കെന്നെ കല്യാണം കഴിക്കാൻ ഉദ്ദേശമില്ല അല്ലേ? നമുക്ക് ഈ ബന്ധം തുടരാം, പക്ഷെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അലക്സ്. നാളെ മമ്മി വരുമ്പോ ഞാൻ പറയും. ആനി, ഇതാണ് സാറേ അന്ന് നടന്നത്. ആനി ചേച്ചി കൊന്ന ഞാനല്ല. മൊബൈൽ എൻ്റെ വീട്ടിലുണ്ട്. അതിലെല്ലാം റെക്കോർഡാണ്. കൊല്ലപ്പെട്ട അലക്സോ? വെള്ളം കുടിയടാ. അതെ സാറേ, ആരുടെ സുഹൃത്ത് അലക്സ് ആയിരുന്നത്. കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഐ മീൻ ടോണി, സന്ദീപ്, വിവേക്, ഇവരാരെങ്കിലും? അല്ല സാറേ, അവര് മാത്രമേ അവിടെ ഉണ്ടെന്നുള്ളൂ. എന്നെ വെറുതെ സാറ്. ആനിയുടെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ അവൾ ഗർഭിണിയല്ലല്ലോ സർ. അതെ, ഗർഭിണിയല്ല. അതൊരു പക്ഷേ അവളുടെ സംശയം മാത്രമായിരിക്കും. അല്ലെങ്കിൽ അലക്സിനെ വിവാഹം കഴിക്കാൻ അവൾ പറയുന്നൊരു കളവ്. എനിക്കറിയില്ല സാറേ, എനിക്കറിയണ മുമ്പ് ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് സ്ട്രേഞ്ച്. ആനി അലക്സ് കൊല്ലുന്നു, അന്ന് തന്നെ അലക്സും കൊല്ലപ്പെടുന്നു. അപ്പോൾ ആരാകും അലക്സിന്റെ കൊലയാളി? സർ, ഞാൻ ഇറങ്ങുകയാണ്. നിങ്ങൾ പറഞ്ഞ വിവരങ്ങളിൽ നിന്നും ഞാൻ എന്റേതായ ചില നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്കറിയാം ആരാണ് ആ കൊലപാതകി എന്ന്. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ആനി കൊല്ലപ്പെട്ടതറിഞ്ഞത്. വിവരങ്ങൾ അറിഞ്ഞ ഷോക്കിൽ അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് മടങ്ങി. ഇങ്ങോട്ടേക്ക് വരുന്ന വഴി എന്റെ മൊബൈൽ റീചാർജ് ചെയ്യാനായി ഞാനൊരു മൊബൈൽ ഷോപ്പിൽ കയറി. ഇന്നലെ രാത്രിയോട് ഇവിടെ വന്ന പയ്യനാ. ഇത്രയുള്ള മനുഷ്യന്റെ കാര്യം. ആരുടെ കാര്യ? ഇന്നലെ മരിച്ചില്ലേ അലക്സ്? അവനിവിടെ നിന്ന് എന്താ ചെയ്തത്? എത്ര മണിക്കായത്? അത് തന്നെയാണോ ആ കാർഡെന്ന് സംശയം തോന്നിയ ഞാൻ എന്റെ മൊബൈൽ റീചാർജ് ചെയ്ത ശേഷം ആ കടയിൽ നിന്ന് ഒരു എയർടെൽ 100-ന്റെ റീചാർജ് കൂപ്പൺ കൂടി വാങ്ങി. സംശയം തീർക്കാനായി ഞാൻ വീണ്ടും ആനിയുടെ വീട്ടിലേക്ക് പോയി. ആനിയുടെ വീട്ടിലെത്തിയ ഞാൻ നിലത്ത് നിന്ന് കിട്ടിയ റീചാർജ് കൂപ്പൺ എടുത്ത് എൻ്റെ കയ്യിലുള്ളതും തമ്മിൽ ഒത്തുനോക്കി. അതിൽ അടുത്തടുത്ത സീരിയൽ നമ്പറായിരുന്നു. മാത്രമല്ല അതിൻ്റെ കീറിയ പ്ലാസ്റ്റിക് കവറുകൾ തമ്മിലും മാച്ചായിരുന്നു. അതിൽ നിന്ന് ഇന്നലെ അലക്സ് വാങ്ങിയ കൂപ്പണാണ് നിലത്ത് ചെളിയിൽ നിന്ന് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായി. അലക്സ് രാത്രി കൂപ്പൺ വാങ്ങിയതിന് ശേഷം അടുത്ത കൂപ്പൺ വാങ്ങിയത് ഞാനാണ്. തൊട്ടടുത്ത ദിവസം രാവിലെ രാത്രി കടയടക്കുന്നതിന് തൊട്ടു മുൻപ് അലക്സ് കൂപ്പൺ വാങ്ങുന്നു. അടുത്ത ദിവസം കട തുറക്കുന്ന ഉടനെ ഞാനും കൂപ്പൺ വാങ്ങുന്നു. അലക്സ് വാങ്ങിയ കൂപ്പൺ എങ്ങനെയാ ആനിയുടെ വീട്ടുവളപ്പിലെത്തിയത്? മൊബൈൽ ഷോപ്പിൽ നിന്നും ഇറങ്ങി അലക്സ് നേരെ നിങ്ങളുടെ കാറിലാണ് കയറിയത്. ഞാൻ വിവേകിന്റെ അമ്മയെ കണ്ടിരുന്നു. അമ്മ എന്നോട് പറഞ്ഞത്, നീ ആദ്യം ബാഗുമായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മയാണ് നിന്നെ വിളിച്ച് നിന്റെ കയ്യിൽ ഇയർഫോൺ തന്നതെന്നാണ്. അത് നീ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ ഭദ്രമായി നിന്റെ ബാഗിൽ വെച്ചു. മോനെ, ഇനി ഇത് മറന്നു പോണ്ട. വീട്ടിലേക്ക് വിളിക്കാതിരിക്കാൻ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കല്ലേ. എന്നെ രാവിലെ വിളിക്കണേ, എന്റെ ഫോണിൽ പൈസ ഇല്ലാത്തതാ. അമ്മ, ഞാനിപ്പോ ഊരിയിട്ട് ഷർട്ടിന്റെ പോക്കറ്റിൽ ഒരു റീചാർജ് കൂപ്പൺ ഉണ്ട്. അത് അമ്മ എടുത്തു. ഇനി അറിയേണ്ടത് എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത് എന്നാണ്. അത് പറയാൻ ആ കൊലപാതകിക്ക് മാത്രമേ കഴിയൂ.
ആ വെള്ളിയാഴ്ച ഞങ്ങൾ ട്രിപ്പിന് മുന്നോടിയായി ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോകാൻ തീരുമാനിച്ചു. പെട്ടെന്ന് തീരുമാനിച്ചൊരു ട്രിപ്പായതിനാൽ ഞങ്ങൾക്ക് പലതും വാങ്ങാനുണ്ടായിരുന്നു. ശേഷം എൻ്റെ വീട്ടിൽ രാത്രി 9 മണിയോടെ ഞങ്ങൾ തിരിച്ചെത്തി. രാത്രി 12 മണിക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഓരോരുത്തരും അവരവരുടെ വീടുകളിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അന്ന് ആ പ്രതീക്ഷിക്കാത്ത സമയത്തൊരു മഴ. അല്പസമയം കാത്തു നിന്നിട്ടും മഴ തോരാതെ വന്നപ്പോൾ ഞാനാണ് വിവേകിനോട് എൻ്റെ കാറുമായി പോകാൻ പറഞ്ഞത്. അലക്സിനെ മതിൽ കയറ്റി. മഴ തോരുന്ന ലക്ഷണമില്ല. നീ ഇനി ബൈക്ക് എടുത്ത് പോകണ്ട. എൻ്റെ കാർ എടുത്ത് നീ അലക്സിനെ കൊണ്ടുവിട്. തിരിച്ചു വരുമ്പോ നീ നിന്റെ ഡ്രസ്സ് എടുത്തു വാ. നടന്നു ഇവിടെ അടുത്തല്ലേ വന്ന് കേറണം. കാർഡ് വിട്. മഴയല്ലേ റീചാർജ് കൂപ്പൺ. ആ ശരി. അലക്സ ഫോൺ എടാ എണീക്കടാ. അലക്സ ഫോൺ അടിക്കുന്നത്. എടാ ഫോൺ. ഹാപ്പി അഡ്വാൻസ് ബർത്ത്ഡേ മൈ ഡിയർ. താങ്ക് യു. അപ്പൊ നാളെ ഇവിടെ ഉണ്ടാവില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവാ. ഒരു മിനിറ്റ്. എനിക്ക് വേണ്ട. കുറച്ച്. ഞാനിതുവരെ കുടിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത്തിരി കുടിക്ക്.
അലക്സ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ടോണി ഒരിക്കലും എൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് പ്രവർത്തിച്ചിട്ടില്ല. ഒരിക്കലും അവനെ എനിക്ക് യോജിക്കുമെന്ന് തോന്നുന്നില്ല. അവൻ ഇപ്പോഴും ഞാൻ സെക്കൻഡറിയാ. നിങ്ങൾ സുഹൃത്തുക്കളാണ് അവനെല്ലാം എല്ലാം. പക്ഷെ നീ അങ്ങനെയല്ല. നീ അവനേക്കാളും എന്നെ പരിഗണിക്കുന്നുണ്ട്. ഈ പരിഗണന എനിക്ക് ജീവിതാവസാനം വരെ വേണം. അലക്സ്, എന്നും നീ എൻ്റെ കൂടെ തന്നെ വേണം. ഞാൻ ഇന്ന് അലക്സിനെ കാണുമെന്ന് പറഞ്ഞതിനൊരു കാരണം കൂടിയുണ്ട്. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇനിയും വഹിക്കാൻ പറ്റില്ല. അലക്സ് എന്നെ കല്യാണം കഴിച്ചേ പറ്റൂ. നാളെ മമ്മി വന്ന ഉടനെ ഞാൻ ഈ കാര്യം പറയും. നീ എന്ത് പ്രാന്താണ് പറയുന്നത്? ടോണിയോട് ഞാൻ എന്ത് പറയും? എന്റെ പപ്പിയോട്, മമ്മിയോട്, എന്തിന്? നാട്ടുകാരെ പോലും ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? ഇത്രയും നാൾ ഞാൻ ടോണിയെ വഞ്ചിക്കായിരുന്നെന്ന് പറയണോ? എനിക്ക് കഴിയില്ല അനി. നമുക്ക് ഈ ബന്ധം തുടരാം, പക്ഷെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല. അപ്പൊ നിനക്കെന്നെ കല്യാണം കഴിക്കാൻ ഉദ്ദേശമില്ല അല്ലേ? ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അലക്സ്. നാളെ മമ്മി വരുമ്പോ ഞാൻ പറയും. ആനി, നീ എന്തോടെ? നീ പോയില്ലേ? എന്നെ നീ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള പലതുമാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിരിച്ചുകൊണ്ട് കൂടെ നടന്ന നിന്റെ തനി നിറം എല്ലാവരും അറിയട്ടെ. പ്ലീസ്, ഞാൻ എനിക്ക് കാലുപിടിക്കാം. പുറത്താരും അറിയരുത്. പ്ലീസ്, പുറത്താരും അറിയുന്നടാ. നിനക്ക് എങ്ങനെ തോന്നില്ല ഇത് ചെയ്യാൻ? അവള് ടോണിയുടെ പെണ്ണല്ലേ? നീ പറയണോ? പറയണോ? അലക്സ്, എടാ അലക്സ്, എണീക്കടാ അലക്സ്, എടാ എടാ അലക്സ്, അലക്സ്. മോനെ, മോനെ, നീ എങ്ങോട്ടാ? ഞാനൊരു ട്രിപ്പ് പോയി ചേട്ടാ. 7 മരിച്ചെന്നറിഞ്ഞു. ഞാൻ അവിടെ നിന്ന് പോവാ. എന്നാ ടോണിയുടെ വീട് വരെ ഞാനും വരാം. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിക്കാലോ? ശരി മോനെ. ചേട്ടാ ഫ്രണ്ടിൽ കയറിക്കോട്ടോ.
ഇങ്ങോട്ട് കയറാം. നീ മനഃപൂർവ്വം ചെയ്തതില്ല എങ്കിലും കുറ്റം കുറ്റമാകാതിരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഈ വിവരം പോലീസിൽ അറിയിച്ചത് ഞാനാണ്. ഒരു സംശയം കൂടി, അന്ന് ഇയർഫോൺ എടുക്കാനെന്ന് പറഞ്ഞ് നീ പോയത് എങ്ങോട്ടായിരുന്നു? അമ്മേ 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 അമ്മേ, ദേ ചായ തരാൻ വേണ്ടി. നീയാണ് മനുഷ്യന്റെ നല്ല ജീവനങ്ങ് പോയി. ടോണി വിളിച്ചിരുന്നു, നീ കാറുമായി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നു. ഇതെന്താ നിന്റെ ഡ്രസ്സിലാകെ ചെളി? അത് അലക്സിന്റെ വീടിന്റെ മതിലുമേ ഏന്തി വലിഞ്ഞപ്പോ കാല് സ്ലിപ്പായിട്ട് വീണതാ. അവന് വരും തോന്നുന്നില്ല. അതെന്താ? അവന്റെ വീട്ടിലെല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നേരത്തെ കിടന്നു. പിന്നെ അവന്റെ ഫോണ് സ്വിച്ച് ഓഫാ. ഇതവന്റെ സ്ഥിരം പരിപാടിയായിട്ടുണ്ട്. നമുക്ക് പോവാം. ഇത് മാറ്റിയില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? ഇപ്പൊ സമാധാനായില്ലേ? അവിടെ ഇരിക്കേ. ഇനിയിപ്പോ അവനെ കാക്കണ. കുറ്റവാളി വിവേക് മാത്രമാണ്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച കുറ്റത്തിനാണ് യുവമാർക്കെതിരെയുള്ള കേസ്. കേരള അവന് നല്ലത് കൊടുക്ക് സാറേ. നന്ദിനി, ഏതായവൻ? നമ്മുടെ നിജിയെ നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്ന ആളാ. എന്തിനാണ് നീ ഇവിടെ ഫോണിൽ വിളിച്ചേ? അത് സാറേ, ഞാൻ എന്റെ ഭാര്യയുടെ ഫോണിൽ വിളിച്ചപ്പോ ലാസ്റ്റ് നമ്പർ മാറിപ്പോയി. അല്ല സാറേ, ഇവൻ കള്ളം പറയാ. ഇവൻ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെയാ വിളിക്കാറ്. അത് സാറേ, എന്റെ കൂട്ടുകാരന്റെ ഭാര്യ എന്നെ പറ്റിക്കാൻ നേരുന്നു. വിളിച്ചോണ്ട് പോടെ ഇതിനെയൊക്കെ. സാറ് പിടിച്ചില്ല. മേ ഐ കമൻ സർ? പുറത്ത് മീഡിയക്കാരുടെ ബഹളം. അവർക്ക് എങ്ങനെയോ രണ്ടാമത്തെ പ്രതിയെ പറ്റി വിവരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ വരാം. ഓക്കെ സർ. സർ, രണ്ടാമത്തെ പ്രതിയെയും തിരിച്ചറിഞ്ഞു എന്ന് കേട്ടു. ശരിയാണ്, രണ്ടാമത്തെ, അതായത് അലക്സിന്റെ കൊലപാതകയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സാറിന്റെ തൊപ്പിയിൽ ഒരു പൊൻതോൽ കൂടി. എന്താണ് പറയാനുള്ളത്? അത് ഒഫീഷ്യലി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സർ, പ്രത്യേകിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരം? ഈ കേസുമായി ബന്ധമുള്ള കുറച്ചുപേരെ ഫർദർ ക്ലാരിഫിക്കേഷന് വേണ്ടി പോലീസ് കോൺഫറൻസ് ഹാളിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടാകും. ഞങ്ങളൊന്നിരിക്കട്ടെ. സമീപകാലത്തായി ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കേസാണ് ഈ ഇരട്ട കൊലപാതകം. ഞങ്ങളെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി നിറഞ്ഞ കേസായിരുന്നു ഇത്. കാരണം ആനിയുടെ കേസിലെ പ്രതി അലക്സ് ഈയിടയ്ക്ക് കൊല്ലപ്പെട്ടു. അടുത്ത കൊലപാതകത്തിന് ഇരയാകുന്ന അപൂർവ സന്ദർഭമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേരെയും തിരിച്ചറിയാൻ സാധിച്ചു. ഈ ഇരട്ട കൊലപാതകത്തിന്റെ കാര്യത്തിൽ ഓരോ പ്രതികളും കാണിച്ച ഒരേ സ്വഭാവമുള്ള സൂക്ഷ്മതയാണ് ഞങ്ങളെ ഈ കേസ് തെളിയിക്കാൻ സഹായിച്ചത്. ടെറസിന്റെ മുകളിൽ നിന്നും ആനിയുടെ തലക്കടിച്ച ഇരുമ്പ് പൈപ്പിൽ തന്റെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ടാകും. വെള്ളത്തിനടിയിൽ കിടന്ന വസ്തുവായതിനാൽ അതിൽ നിന്നും വിരലടയാളം കണ്ടെത്തുന്നതിനായി
ഞങ്ങൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന മെത്തേഡല്ല യൂസ് ചെയ്തിരിക്കുന്നത്. വിഭിന്നമായി SPR മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്മോൾ പാർട്ടിക്കിൾ റീഏജന്റ് മെത്തേഡ്. ആ നിഗമനത്തിൽ ഞങ്ങൾ വിവേക് കിണറ്റിൽ ഉപേക്ഷിച്ച പൈപ്പിനായി രണ്ടാമതും കിണറ്റിൽ പരിശോധന നടത്തി. തുടർന്ന് അലക്സിന്റെയും വിവേകിന്റെയും ഫിംഗർ പ്രിന്റ് പതിഞ്ഞ ഇരുമ്പ് പൈപ്പ് ഞങ്ങൾ രണ്ടാമതായി കണ്ടെടുത്തു. അതിൽ നിന്നും അലക്സിനെ കൊന്നത് രണ്ടാമത് കണ്ടെത്തിയ പൈപ്പ് ഉപയോഗിച്ചാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതോടൊപ്പം അതുവരെ ആനിയെ അലക്സ് കൊന്നതാണെന്ന നിഗമനത്തിൽ നിന്നും ഞങ്ങൾ U-ടേൺ എടുത്തു. ആദ്യം ഞങ്ങൾക്ക് ലഭിച്ച പൈപ്പിൽ പതിഞ്ഞ വിരലടയാളത്തിന്റെ ഉടമയിലേക്ക് അന്വേഷണം ഗതിമാറി. ആ ഇടയ്ക്കാണ് ആനിയുടെ സുഹൃത്ത് അലീനയിൽ നിന്ന് നേരത്തെ ഞങ്ങൾക്ക് ലഭിച്ച വിവരം ശ്രദ്ധയിൽപ്പെടുന്നത്. ആനി കൊല്ലപ്പെടുന്ന ദിവസം ആനി പള്ളിയിൽ പോയിരുന്നുവെന്നും ആനി പതിവില്ലാതെ അന്ന് കുമ്പസാരിച്ചുവെന്നും മനസ്സിലാക്കി. ആനിയെപ്പോലെ ബോൾഡായ ഒരു പെൺകുട്ടിയുടെ മനസ്സിനെ ശക്തമായി ഉലയ്ക്കാൻ മാത്രവും അവൾ കുമ്പസാരിക്കാൻ മാത്രം നടന്ന സംഭവം എന്താകുമെന്നതും ഞങ്ങളെ ചിന്തിപ്പിച്ചു. അപ്പോഴാണ് നേരത്തെ മനു പറഞ്ഞ ആനി സംശയിക്കുന്ന ഗർഭമാവാം കുമ്പസാര കാരണമെന്ന് തോന്നിയത്. അതിന്റെ ഭാഗമായി ഞങ്ങൾ കുമ്പസാരം നടത്തിയ പള്ളിയിലെ ഫാദർ പുന്നക്കാടിനെ ഇന്നലെ തന്നെ പോയി കണ്ടിരുന്നു. അലീന, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മേരി എവിടെ? അമ്മച്ചി വന്നില്ല. അച്ചോ, എനിക്കൊന്ന് കുമ്പസാരിക്കണമായിരുന്നു. വാ. എന്തായിരുന്നു അച്ചോ അന്ന് ആനി ഇവിടെ വരാൻ കാരണം? സാറ് ഒരു വിശ്വാസിയാണോ? അതെ. പിന്നെ അങ്ങനെ ഒരു ചോദ്യം. വിശ്വാസികൾ പള്ളി വരുന്നത് യേശുവുമായി അടുക്കാനാണ്. അതിനായിരിക്കും അവളും വന്നത്. അച്ഛൻ ആനിയോട് സംസാരിച്ചിരുന്നില്ലേ? ഇല്ല. അച്ഛൻ അന്ന് ആനിയെ കണ്ടില്ലായിരുന്നു? ഇല്ല, ഞാൻ പള്ളി വരുന്ന എല്ലാവരെയും കാണാറില്ല. അവർ വന്ന് പ്രാർത്ഥിച്ചു പോയി കാണും. ആനി പള്ളി വരുന്നത് ഇതിനു മുമ്പ് അച്ഛൻ കണ്ടിട്ടില്ലേ? ഉണ്ട്. മേരിയുടെ കൂടെയാണ് സാധാരണ വരാറ്. അതിൽ നിന്നും അച്ഛൻ എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി. അലീനയുടെ മൊഴിയിൽ നിന്നും അന്ന് ആനി അച്ഛനെ കണ്ട് കുമ്പസാരിച്ചിട്ടുണ്ട്. അവനില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. അലീനയായി സംസാരിച്ചതിൽ നിന്നും കുമ്പസാരം കഴിഞ്ഞ് ആനി പുറത്തിറങ്ങിയ സമയം ഏതാണ്ട് 11:30 മണിയോട് കൂടിയാണ്. അച്ഛന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഞങ്ങൾ അച്ഛന്റെ കോൾ ഡീറ്റെയിൽ പരിശോധിച്ചു. അലീനയുമായി സംസാരിച്ചതിൽ നിന്നും കുമ്പസാരം കഴിഞ്ഞ് ആനി പുറത്തിറങ്ങിയ സമയം ഏതാണ്ട് 11:30 മണിയാണ്. ഏകദേശം ആ സമയത്ത് തന്നെ അച്ഛന്റെ നമ്പറിൽ നിന്നും ഒരു നമ്പറിലേക്ക് തുടരെ 3 തവണ കോളുകൾ പോയിട്ടുണ്ട്. സ്വാഭാവികമായും ആ നമ്പറും ആനിയും തമ്മിലുള്ള ബന്ധം ഞങ്ങൾ അന്വേഷിച്ച് ചെന്നെത്തിയത് ആരും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയിലേക്കാണ്. അതിൽ നിന്നും ആനിയുടെ കുമ്പസാരം ആ വ്യക്തിയെക്കുറിച്ചാകുമെന്ന് ഞങ്ങൾ കരുതി. അങ്ങനെയാണെങ്കിൽ ആ കുമ്പസാരം പൂർണ്ണമായി അലക്സിനെ പറ്റിയാകുമെന്നും ഞങ്ങൾ കരുതി. അലക്സും ആനിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാകാം കുമ്പസാരം നടന്നിട്ടുണ്ടാകുക. ആനി അവൾ ഗർഭിണിയാണോ എന്ന് സംശയിച്ചു. ആ വിരലടയാളം കൂടി പരിശോധിച്ചതിന്റെ റിപ്പോർട്ടാണ് എന്റെ സഹപ്രവർത്തകൻ ഇപ്പോൾ ഇവിടെ എത്തിച്ചു തന്നത്. അതായത് ആനിയെ കൊന്നത് അലക്സ് അല്ല, പക്ഷെ അലക്സിനെ കൊന്നത് വിവേകാണ് താനും. ഇവർ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാൾ, ഫാദറിന് ഏറെ പ്രിയപ്പെട്ട ഒരാൾ, അയാൾ ഈ കൂട്ടത്തിലുണ്ട്, നമ്മക്കിടയിൽ. ആ ആൾ, ആനിയെ കൊലപ്പെടുത്തിയ ആൾ, ഫാദറിന്റെ ജ്യേഷ്ഠ സഹോദരൻ വിൻസെന്റ് ആണ്. പറയണം, എന്തിനാ നിങ്ങൾ ആനിയെ കൊലപ്പെടുത്തിയത്? എന്തിനായിരുന്നു അത്? എല്ലാം പറയും. അലക്സിനായി ഒരു നല്ല കുടുംബത്തിലെ പെൺകുട്ടിയെ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രപ്പോസൽ കൊണ്ടുവന്നത് ഫാദർ പുന്നക്കാടനായിരുന്നു. ആനി കൊല്ലപ്പെടുന്ന അന്ന് രാവിലെ 11:30-12 മണിയാകുമ്പോൾ ഫാദർ എന്നെ വിളിച്ചിരുന്നു. അതായത് ആനി പള്ളിയിൽ നിന്ന് പോയ ശേഷം. ഹലോ, ഇച്ചാൻ എവിടാ?
ഞാനിപ്പോ പുറത്താ. എപ്പോ വീട്ടിലെത്തും? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. 5 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തും. ഓ ഓക്കെ, വൈകിട്ട് 5 മണിക്ക് ഞാൻ വീട്ടിലെത്തും. ഓ ശരി. ശരിയാ, ആനിയുടെ കുമ്പസാരത്തിൽ നിന്ന് മനസ്സിലായി. ആനിക്കിനി അലക്സിനെ മാത്രമേ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് മനസ്സിലായ ഞാൻ ആ വിവരം അറിയിക്കുന്നതിന് വേണ്ടി എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ വിൻസെന്റിനെ ഞാൻ വിളിച്ചിരുന്നു. ഞാൻ വിളിക്കാം. വിവരമറിഞ്ഞ ഞാൻ രാത്രി അലക്സിനോട് ഈ ബന്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. അതിനായി രാത്രി അവൻ വീട്ടിലെത്താൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. രാത്രി 10 മണിയോടടുത്ത് യാദൃശ്ചികമായി എൻ്റെ വീടിൻ്റെ ബാൽക്കണിയിലിരുന്ന് പുറത്തേക്ക് നോക്കിയ ഞാൻ കണ്ടത് ഇരുട്ടിൽ ആനിയുടെ വീടിൻ്റെ വാതിൽ തുറന്ന് ധൃതിയിലിറങ്ങുന്ന അലക്സിനെയാണ്. പന്തികേട് തോന്നിയ ഞാൻ എൻ്റെ ഭാര്യ അറിയാതെ വീടിൻ്റെ പിന്നിലെ വാതിൽ തുറന്ന് പിറകുവശത്തുള്ള ഗേറ്റ് വഴി ആനിയുടെ വീടിൻ്റെ പിന്നിലെത്തി. അവിടെ ഞാൻ കണ്ട കാഴ്ച, തുടർന്നുള്ള ആലോചനയിൽ കാര്യം വ്യക്തമായ ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ മഴയിൽ നനഞ്ഞു കിടക്കുന്ന ആനി പതിയെ എഴുന്നേൽക്കുന്നതാണ് കണ്ടത്. അവൾ ജീവനോടെ രക്ഷപ്പെട്ടാൽ ഒന്നുകിൽ അലക്സ് കൊലപാതക ശ്രമത്തിന് ജയിലിൽ പോകേണ്ടി വരും, അല്ല എങ്കിൽ അവളെ വിവാഹം കഴിക്കേണ്ടി വരും. 2 ദിവസം മുമ്പ് ആനിയുടെ വീട്ടിൽ റൂഫിംഗ് പണി നടന്നിരുന്നു. അതിൻ്റെ ബാക്കി വന്ന ഒരു ഇരുമ്പ് പൈപ്പിൻ്റെ കഷണമെടുത്ത് തുടർന്ന് നിങ്ങൾ കാണിച്ച ബുദ്ധിയെന്നോ വിഡിതമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രവൃത്തിയാണ് ഞങ്ങളെ നിങ്ങളിലേക്ക് എത്തിച്ചത്. ശരിയാണ്, ആനി കൊല്ലപ്പെട്ടു എന്നുറപ്പായ ഞാൻ എൻ്റെ ഫിംഗർ പ്രിന്റ് പതിഞ്ഞ ഇരുമ്പ് പൈപ്പ് എൻ്റെ വീടിൻ്റെ സമീപത്ത് തന്നെയുള്ള ഉപയോഗശൂന്യമായ കിണറ്റിൽ ഉപേക്ഷിച്ചു. ആ ഇരുമ്പ് പൈപ്പാണ് ഞങ്ങൾ ആദ്യം കിണറ്റിൽ നിന്നും കണ്ടെടുത്തത്. നിങ്ങളുടെ മകന്റെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തില്ല, അതേസമയം അതേ വീടിന് മുന്നിൽ നിങ്ങളുടെ മകന്റെ ജീവന് നഷ്ടമാവുകയാണ്. മേലെ മേലെ വാനിൽ ദൂരെ ദൂരെ മിന്നും തിങ്കൾ. മേലെ മേലെ വാനിൽ ദൂരെ ദൂരെ മിന്നും തിങ്കൾ. മുകിലലയിൽ നീ നിലാവായിടും തരളിതരാവിൻ്റെ തൂമഞ്ചലിൽ. മുകിലലയിൽ നീ നിലാവായിടും തരളിതരാവിൻ്റെ തൂമഞ്ചലിൽ. മേലെ 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 വാനിൽ ദൂരെ ദൂരെ മിന്നും തിങ്കൾ. മൗനം നിറയും ഈ സന്ധ്യ